ഹോസ്പിറ്റലിൽ വരെ പോവാണ്. പണ്ടൊക്കെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ട് അതിലേലും തെന്നിത്തെറിച്ച് നടന്ന് പോകാനൊക്കെ സമയമാകുമ്പോൾ മാത്രം ഇങ്ങനെ റെഡിയായി പോയിക്കൊണ്ടിരുന്നത് ഞാൻ. അപ്പോൾ മാത്രമല്ല അപ്പം അമ്മ ഇങ്ങനെ വേഗം ചാടി ഓടി ഓടി ഇങ്ങനെ റെഡിയാകും. അപ്പോൾ ചിലപ്പോൾ പൊട്ടൊന്നും കുത്താണ്ട് വരും. ഞാനിങ്ങനെ ചോദിക്കും, അമ്മ എന്താ പൊട്ട് കുത്താത്ത? അപ്പം സമയം കിട്ടിയില്ല. അപ്പം ഞാൻ പറയും, ഒരു പൊട്ട് കുത്താൻ അമ്മയ്ക്ക് ഇവിടെ സമയം വേണ്ടേന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഞാൻ തിരിച്ചറിഞ്ഞു. ചിലപ്പോൾ ഞാൻ പോകുമ്പോൾ വാച്ച് കെട്ടാറില്ല, ചിലപ്പോൾ ഞാൻ വളയിടാറില്ല, ചിലപ്പോൾ ഞാൻ പൊട്ട് കുത്താറില്ല, ചിലപ്പോൾ ഞാൻ മുടിയൊക്കെ വണ്ടിയിലിരുന്നായിരിക്കും കെട്ടുക. എനിക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എൻ്റെ അമ്മയുടെ വിഷമം എന്തായിരുന്നു എന്ന്. അപ്പം അമ്മേനെ എടുപ്പ് ചോദിക്കും, നീ ഒരാളെ കൊണ്ട് നീ ഇപ്പം കാണിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങൾ രണ്ടുപേരെ കൊണ്ട് കാണിച്ചുകൊണ്ടിരുന്നതാണ് നീ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം നിനക്ക് എന്താ സമയമില്ലാത്ത ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ അമ്മമാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. ഇപ്പം ഞാൻ അവളുടെ കാര്യം മാത്രമേ നോക്കുള്ളൂ. അമ്മ അങ്ങനെയല്ല. എനിക്കിവിടെ നോക്കാൻ അമ്മമ്മയും ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ മാത്രം ഞാൻ നോക്കിയാൽ മതി. അവൾക്ക് പാൽ കൊടുക്കുന്ന കാര്യമൊക്കെ നോക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അമ്മയൊക്കെ ഞാൻ വിചാരിച്ച് ഞങ്ങളെ നോക്കണം, വീട്ടിലെ പണി നോക്കണം, വീട് കൂട്ടി ഇറങ്ങണം, എന്തൊക്കെ ഇടപാടുകൾ നടക്കും. ഞങ്ങളിങ്ങനെ ഡ്രൈവിംഗ് സീറ്റിലോ വണ്ടിയിലൊക്കെ കയറി ഇരുന്നിട്ട് അമ്മ എന്തിറങ്ങാത്തെന്ന് ചോദിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈവൻ നമുക്കെടുക്കേണ്ട സാധനം വരെ അമ്മയാണ് എടുത്തിട്ട് ഇറങ്ങുന്നത്. ഒരു കുപ്പി വെള്ളം വരെ ഞാൻ ചില റീലൊക്കെ നമ്മൾ കാണാൻ പറ്റും. ഒരു കുപ്പി വെള്ളം വരെ എടുക്കുന്ന അമ്മയാണ്. നമ്മളൊന്നും ഒരു പടി എടുക്കാറ്. എന്നിട്ടൊരു അവസാനത്തെ ഒരു മാസ് ഡയലോഗ്, കമ്മഴുന്ന പ്ലാവിൽ തിരിച്ചിടാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കില്ല. അത്രയൊന്നും ചെയ്തില്ലെങ്കിലും ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. ഒത്തിരി സമയം എടുക്കുന്നുണ്ട്, ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. വേറൊന്നുമല്ല, എൻ്റെ കൈക്ക് ഇവിടം കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതൊന്നൊരു ഓർത്തോയെ കാണിക്കണം, അത്ര കേസുള്ളൂ. അപ്പോൾ അതൊന്ന് പോകണം. ടോക്കൺ രാവിലെ എടുത്തിട്ടുള്ളൂ, 50 പറഞ്ഞുകൊണ്ട് സമയം ഒരു 11-12 പോയാൽ മതിയല്ലോ എന്നൊക്കെ ആലോചിച്ച് ഞാനിങ്ങനെ റെഡിയാവാൻ വേണ്ടി നിൽക്കുകയാണ്. ഫൈനലി നമ്മൾ റെഡിയായി. അവളെയും കൂട്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ടോക്കൺ കുറച്ചധികം കഴിഞ്ഞേ വിളിക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് ചായയൊക്കെ കുടിച്ച് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, ചെറിയൊരു കാര്യമായിട്ട് ഞാൻ പോയതാണ്, പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഡെലിവറി ടൈമിൽ പലർക്കും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ പിന്നീട് ഒരു വ്ലോഗിൽ പറയാം.